ബീഹാറിൽ സാധാരണക്കാരായ ദലിതരായ സമൂഹത്തിലെ അടിത്തട്ടുകാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടവകാശം ഇല്ലാതാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായുള്ള എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നത്തോടെ അവസാനിച്ചു. 61 ലക്ഷം അതിസാധാരണക്കാരിൽ നിന്ന് അവരുടെ വോട്ടവകാശം മുറിച്ചു നീക്കപ്പെടുമെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഭയപ്പെടുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് സൂചനകൾ. വോട്ടർ പട്ടികയിലെ ശുദ്ധികലശം എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടന്നത് BJPക്ക് വേണ്ടിയുള്ള കള്ളക്കളിയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്ന് പാർലമെന്റ് സ്തംഭിച്ചു. ബീഹാറിൽ BJPയെ ജയിപ്പിക്കാൻ കമ്മീഷൻ ഇബ്ബിദ്ധം ശ്രമിച്ചാൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കേണ്ടി വരുമെന്ന് തേജസ്വി യാദവ് മുന്നറിയിപ്പ് നൽകി. ഈ തീവ്ര പരിഷ്കരണ രീതി തെറ്റെന്ന് BJP സഖ്യകക്ഷിയായ JDU വരെ ആവർത്തിച്ചു പറയുന്നു. എന്നിട്ടും കുലുക്കമില്ലാതെ തുടരുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണ്ടുവരാം RDX റാപ്പ് 59 സെക്കൻഡ്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് കള്ളക്കളിയെന്നാരോപിച്ച് അതിശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം ഉയർത്തുന്നത്. പാർലമെന്റ് വളപ്പിൽ രാവിലെ തന്നെ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷ MPമാർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി SIR ലോക് തന്ത്ര പർവാർ എന്നെഴുതിയ ബാനറുകളും ഉയർത്തി. പോസ്റ്ററുകൾ കീറി പ്രതീകാത്മകമായി ചവറ്റുകുട്ടയിലിട്ടു. കോൺഗ്രസിനൊപ്പം ഇടതു പാർട്ടികളും DMK, TMC, സമാജ്വാദി പാർട്ടി, JMM, RJD അടക്കമുള്ള പാർട്ടികളിലെ MPമാരും പ്രതിഷേധിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ബീഹാറിലും പ്രതിഷേധം ആളിപ്പടരുകയാണ്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ NSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം പാട്നയിലടക്കം തുടരുകയാണ്. അതേസമയം ഉയർന്നുവരുന്ന ആരോപണങ്ങളെ ഒന്നടങ്കം തള്ളുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. RDX റാപ്പ് ന്യൂസ് മലയാളം. ബീഹാറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ RDX വിശദമായിട്ട് പരിശോധിച്ചാണ്. ഒന്നുകൂടെ പുതിയ സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കാം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 61 ലക്ഷം വോട്ടർമാർ പുറത്തായേക്കും എന്ന വിവരമാണ് പുതുതായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 7 ലക്ഷം പേർക്ക് ഇതുവരെ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനായില്ല എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 21.6 ലക്ഷം വോട്ടർമാർ മരിച്ചുപോയിട്ടുണ്ട്. ഇതിനകം കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ 3.5 ലക്ഷം വോട്ടർമാർ സ്ഥിരമായി സംസ്ഥാനം വിട്ടതായി കമ്മീഷൻ പറയുന്നു. 7 ലക്ഷം പേർക്ക് ഇരട്ട വോട്ടുള്ളതായും കമ്മീഷന്റെ കണക്ക് വ്യക്തമാക്കുന്നു. 1 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താനായിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങളിൽ പറയുന്നു. ഇതാണ് അങ്ങനെ ലക്ഷങ്ങൾ പുറത്തേക്ക് പോവുകയാണെന്ന സൂചനയാണ് മുന്നിലുള്ളത്. SIRന്റെ ഭാഗമായ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള സമയം ഇന്ന് ആണ് പൂർത്തിയായത്. 7.21 കോടി വോട്ടർമാർ എന്യൂമറേഷൻ ഫോം സമർപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. 91% അവസാന തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ റോൾ പ്രകാരം ബീഹാറിൽ ആകെ 7.89 കോടി വോട്ടർമാരാണ് ബീഹാറിൽ ആകെ ഉള്ളത്. ഇതിൽ നിന്ന് 61 ലക്ഷത്തോളം വോട്ടർമാർ പുറത്താകും എന്നാണ് വിലയിരുത്തൽ ഉള്ളത്. SIR പ്രകാരമുള്ള വോട്ടർ പട്ടികയുടെ കരട് ഓഗസ്റ്റ് 1 തീയതിയാണ്, അടുത്ത ദിവസമാണ് പുറത്തിറങ്ങുക. സംസ്ഥാനത്തെ 12 പ്രധാന പാർട്ടികൾക്കും പകർപ്പ് നൽകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വോട്ടർ പട്ടികയുടേത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ഈ പട്ടിക ലഭ്യമാകും. സെപ്റ്റംബർ 1 വരെ ഇതിന്മേലുള്ള പരാതികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ പറയുന്നു. 1 മാസം ഉണ്ട്. നടക്കുന്നത് കള്ളക്കളിയാണ് എന്ന് പ്രതിപക്ഷം രാഹുൽ ഗാന്ധി പറയുന്നു. തിരക്കിട്ട നടപടികൾ ഈ കള്ളക്കളിയുടെ സൂചനയാണെന്ന് അദ്ദേഹം ആക്ഷേപിച്ചു. BJPക്ക് കള്ളക്കളിക്കുള്ള അവസരം നൽകിയെന്നതിന് കർണാടകയിലടക്കം തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങളോടും സഖ്യകക്ഷികളോടും അഭിപ്രായം തേടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് RJD വ്യക്തമാക്കിയതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. BJPയെ ജയിപ്പിക്കാൻ കമ്മീഷൻ ശ്രമിക്കുമ്പോൾ എന്തിനു മത്സരിക്കണം എന്ന് തേജസ്വി യാദവ് പരസ്യമായി ചോദിച്ചു. ഭരണകക്ഷിക്കും ആശങ്കയുണ്ട്. തൻ്റെ മണ്ഡലത്തിലെ ഒരുപാട് പേർ SIRൽ പുറത്തായെന്ന് JDU MLA സഞ്ജീവ് കുമാർ പറഞ്ഞത് മാധ്യമങ്ങളിലുണ്ട്. ഹോളി ദീപാവലി സമയത്തായിരുന്നു തീവ്ര പരിഷ്കരണ പ്രക്രിയ നടത്തേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. SIRൽ ആശങ്ക രേഖപ്പെടുത്തി JDU MP ഗിർധാരി യാദവ് കൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്തുപോയ തൊഴിലാളികൾക്ക് വോട്ട് നഷ്ടമാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരാതി. പക്ഷേ കമ്മീഷന് കുലുക്കമില്ല. ആരോപണങ്ങളും പരാതികളും വകവയ്ക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അനുവദിക്കാനാകില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ ഇതോട് പ്രതികരിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് SIR എന്നും അതെന്ത് പ്രതിസന്ധിയാണ് ഉണ്ടാക്കുകയെന്നും വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷവും മുന്നോട്ട് പോയി. ഇപ്പോൾ ഇവർ RJD തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കേണ്ടി വരും, ഈ പ്രോസസ്സിൽ പങ്കെടുക്കാതിരിക്കേണ്ടി വരും എന്ന് പരസ്യമായി പറയും വിധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എങ്ങനെ കാണണം അതിനെ? ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രഖ്യാപിച്ച ഘട്ടത്തിലൊക്കെ വലിയ പ്രതിഷേധം ഈ പാർട്ടികളെല്ലാം ഉയർത്തിയത് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുക എന്ന സമീപനം കൂടി ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചു. പക്ഷേ അങ്ങനെ പോയാൽ
അവസാനം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുന്നോട്ട് പോകും. ഇതിനനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കും. ആ വോട്ടർ പട്ടികയിൽ നിന്ന് സ്വന്തം വോട്ടർമാർ പുറത്തു പോകും എന്നൊക്കെയുള്ള ആശങ്ക വന്ന പശ്ചാത്തലത്തിൽ ഈ പാർട്ടികളെല്ലാം പിന്നീട് സഹകരിക്കാൻ തീരുമാനിച്ചു. ഈ RJD അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് സഹകരിക്കാൻ തീരുമാനിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വിട്ടുനിന്ന ഇടത് പാർട്ടികളും പിന്നീട് ഇതിനോട് സഹകരിക്കാൻ തീരുമാനിച്ചു. അതായത് ഒരു സമയത്ത് ഈ പ്രക്രിയയിൽ അതിനു വേണ്ട വോട്ടർമാരെ ചേർക്കുന്ന നടപടികളിൽ ഏർപ്പെടുക, അതേസമയം തന്നെ ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അവസാനം ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇതിൽ പ്രതിഷേധിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വലിയ പരാജയം നേരിടാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് അവരെത്തുകയും ചെയ്തു. ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ തുടർച്ചയായുള്ള നടപടികളിലേക്ക്, പൗരത്വ രജിസ്റ്ററിലേക്ക് പോകുന്നതിന് വേണ്ട തന്ത്രപരമായ ഒരു നീക്കം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നു എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. അതിന് സമാന്തരമായി ഇവിടെ വോട്ട് മോഷണം നടക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. RJD ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നു. ആദ്യം ഇതൊരു വലിയ കുഴപ്പമാവില്ല എന്ന് സംശയിച്ചിരുന്ന JDUവും ശക്തമായി എതിർപ്പുമായി രംഗത്തു. നമ്മൾ നേരത്തെ പറഞ്ഞു JDU ഈ തെരഞ്ഞെടുപ്പോടെ, അതായത് നിതീഷ് കുമാറിൻ്റെ വിടവാങ്ങൽ തെരഞ്ഞെടുപ്പായിരിക്കും ഒരുപക്ഷെ ഇത്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടെ JDUവിനെ പതുക്കെ സൈഡാക്കിക്കൊണ്ട് BJPക്ക് മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് സംഭവിച്ചതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് JDU അവിടെ പോകും. അതിനുശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് BJPക്ക് നേരിട്ട് കയറിയിരിക്കാനും കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അവരതിന് ഈ നിതീഷ് കുമാറിന് പകരം ഒരു സഖ്യകക്ഷി വേണമല്ലോ. അതിന് കണ്ടുവയ്ക്കുന്നത് പാസ്വാന്റെ പാർട്ടിയെയാണ്. പാസ്വാന്റെ മകനെ അതിനൊപ്പിച്ച് കൂടെ നിർത്തുന്നു. ഇതിനെക്കുറിച്ച് വലിയ പ്രതിഷേധമില്ല ആ പാർട്ടിക്ക്. അങ്ങനെ അതായത് ദളിതുകളെ, ആദിവാസികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ പോലും അവരുടെ ഇതിനോടുള്ള സമീപനം സംശയകരമാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായി അവിടെ ഒരു നേതാവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണെന്ന് പറയുന്നു. അതല്ല, ഇത് ഈ SIRമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് പറയുന്നു. ആ പാർട്ടിയിൽ വലിയ കൊഴിഞ്ഞുപോക്കും രാജിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിചാരിച്ച മട്ടിൽ ഈ കാര്യങ്ങൾ BJPക്ക് അനുകൂലമായി വരുമോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായി വരുമോ എന്ന സംശയം പൊതുവെ ഇപ്പം നിലനിൽക്കുന്നുമുണ്ട്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. അത് കാരണം ഒരു കാരണം കൂടിയുണ്ട്. ഇതിവിടെ മാത്രമല്ല, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ മട്ടിൽ കാര്യങ്ങൾ നടപ്പാവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. സനീഷ്, ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് 31 ലക്ഷം പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്താകാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ബീഹാറിന് പുറത്ത് ജോലി ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബീഹാറുകൾ ജോലി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളം. ഇവിടെയൊക്കെ വന്ന് ജോലി ചെയ്യുന്ന ബീഹാറുകളുടെ അവരുടെ എല്ലാം വോട്ട് അവിടെ നഷ്ടപ്പെടാൻ പോവുക. എങ്ങനെയാണ് ഇത്? ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നവരെയെങ്കിലും പരിഗണിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത തേടണ്ടേ? അത് മാത്രമല്ല, നമ്മളെക്കാൾ വികസിച്ച ജനാധിപത്യ സംവിധാനമുള്ള രാഷ്ട്രങ്ങളിലൊക്കെ എങ്ങനെയാണ് അവിടെ ആ വോട്ടർ എവിടെ ഇരുന്നാലും വോട്ട് ചെയ്യാനുള്ള സംവിധാനമാണ്, സൗകര്യവുമാണ് ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പുറത്തു പോകുന്ന, നമ്മളിവിടെ വാദിക്കുന്നുണ്ടല്ലോ, പുറത്തു പോകുന്ന എവിടെയാണ് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ വോട്ട് വേണം, അതിന് വേണ്ട സംവിധാനം സൗകര്യം ഏർപ്പെടുത്തുന്നു, നിയമപരമായ അതിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അത് ചിലത് കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ഇവിടെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അതങ്ങനെയല്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയാണ് ഇവിടെ ബീഹാറിന് വെളിയിൽ പോയി പണിയെടുക്കാൻ പോയവർക്ക് ഇനി വോട്ട് വേണ്ട എന്ന മട്ടിലേക്ക് 31 ലക്ഷം പേരുടെ വോട്ട് വെട്ടാൻ അവർ തീരുമാനിക്കുന്നു. അപ്പോൾ അത് വലിയൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൂടെ നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് ഏതാണ്ട് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 61 ലക്ഷം പേർക്ക് വോട്ട് നഷ്ടപ്പെടും എന്നാണ് ഔട്ട്ലുക്ക് ഇന്ത്യ പറയുന്നത്. അതിൽ തന്നെ 21 ലക്ഷം പേര് മരണപ്പെട്ടവരാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക്. ഇത് കണക്കൊക്കെ കൃത്യമായി പുറത്തു വരാനേ ഉള്ളൂ. വേറൊരു കാര്യം, ഇതിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ്. അതിനിടയ്ക്ക് 9 ജില്ലകൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ബീഹാറിൽ വെള്ളപ്പൊക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ മഴയും വെള്ളപ്പൊക്കവും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സാധാരണക്കാരായ, ഏറ്റവും അതിദരിദ്രരായ, ദളിതരായ, മുസ്ലിങ്ങളായ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് അവിടെ ഈ വോട്ടർ പട്ടികയിൽ വേണ്ട രീതിയിൽ വോട്ട് ചേർക്കാൻ കഴിയാതെ പോകുന്നത്, അല്ലെങ്കിൽ ഈ SIRൽ ഏർപ്പെടാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ അവരുടെ വോട്ട്, അവരാണല്ലോ സ്വാഭാവികമായിട്ടും എല്ലാ പ്രകൃതി ദുരന്തവും ആദ്യം ദുരിതത്തിലാക്കുക പാവപ്പെട്ടവനെയാണ്. ആ പാവപ്പെട്ടവർ തന്നെയാണ് ഇവിടെയും ഈ SIRലും ഇപ്പോൾ പിന്നോട്ട് പോകുന്നത്. ഇതൊക്കെ കൊണ്ട് നമ്മൾ ഈ വെള്ളപ്പൊക്കവും കൂടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ തരത്തിൽ അവിടെ വോട്ടർമാരുടെ പട്ടികയിൽ കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ ഒഴിവാക്കൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊട്ടും നീതിപൂർവമായ ഒന്നല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം ഇപ്പോൾ പറഞ്ഞു. അതായത് ഞാൻ ഉദ്ദേശിച്ച കാര്യം അതായത് ഈ പെർമനൻ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ 31 ലക്ഷം ആളുകൾ, ഈ 31 ലക്ഷം ആളുകൾ എന്ന് വെച്ചാൽ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ എന്ന് വെച്ചാൽ ജനാധിപത്യ പ്രോസസ്സിൻ്റെയും ആ വോട്ട് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഏറ്റവും ഏറെ ആവശ്യമുള്ള ആളുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പുറത്താക്കപ്പെടുന്നത്. അതായത് നഗരകേന്ദ്രിതമായിട്ടുള്ള അത്യാവശ്യ സമ്പത്തുള്ള മിഡിൽ ക്ലാസ് എന്ന് വിചാരിക്കുന്ന ആളുകളല്ല
ഇതിന് പുറത്തു പോകുന്നത്. കാരണം അവർ അവിടെ തന്നെ അത്യാവശ്യം സൗകര്യങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഈ താഴെ തട്ടിലുള്ള പുറത്തു പോയിട്ട് ജോലി ചെയ്യേണ്ടുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഈ RJDയുടെ തന്നെ MLA പറഞ്ഞത്, ഈ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, സഞ്ജയ് എന്നോ മറ്റുള്ള, ഇദ്ദേഹം പറയുന്നത് ഹോളി ദീപാവലിയൊക്കെ ആണെങ്കിൽ ഈ പ്രോസസ്സ് നടത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ആ സമയത്താണ് അവർ പുറത്തു പോയി പണി ചെയ്യുന്ന ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ 2 വർഷത്തിൽ 1-2 തവണയെ അവർക്ക് വരാൻ പറ്റൂ. പ്രധാനമായിട്ടും ഈ 2 ആഘോഷ പരിപാടികൾ നടക്കുമ്പോഴാണ് പുറത്തുപോയി ജോലി ചെയ്യുന്ന ആളുകൾ ബൾക്കായിട്ട് ഇവിടേക്ക് വരുന്നത്. ഈ ഇവിടുത്തെ വോട്ടർമാരെയെല്ലാം വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവന്നിട്ട് സുതാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിൽ ആ സമയത്ത് വേണം ഈ പരിപാടി നടത്താൻ. ഇതിപ്പോൾ ഒട്ടും മുന്നറിയിപ്പില്ലാതെ നടത്തിയിട്ട് ഇങ്ങനെ ആളുകൾ പുറത്തായതിന് പിന്നിൽ ഇവരെ പുറത്താക്കാനുള്ള ഒരു തന്ത്രം തന്നെയല്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്ന ആളുകളിൽ ഈ ഭരിക്കുന്ന ആളുകളുടെ കൂടെ തന്നെ ഉള്ള ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ വോട്ട് പോവുകയാണ്. RJDയുടെ ആൾ തന്നെ പോവുക, JDUവിൻ്റെ ആൾ തന്നെ പോവുകയാണ്. അവരുടെ വോട്ടർമാർ തന്നെ ഔട്ടായി പോവുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇത് ആരുടെ അഭിപ്രായമാണ് തെരഞ്ഞെടുപ്പിലൂടെ ശക്തമായി രേഖപ്പെടുത്തപ്പെടേണ്ടത്? ആ പാവപ്പെട്ട ആളുകളാണ് ഇതിന് പുറത്തു പോകുന്നത് എന്നാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് തോന്നുന്നു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അസാധാരണമായ സാഹചര്യമാണിത്. രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും വോട്ടർമാരെ പുറത്താക്കാനുള്ള ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല. വോട്ടർമാരെ അകത്താക്കാനുള്ള പ്രോസസ്സാണ്. എന്ന് മാത്രമല്ല, ഈ പുറംപൂച്ച് പറയാനായിട്ടാണെങ്കിലും പാവപ്പെട്ട മനുഷ്യരെക്കുറിച്ചാണ് എല്ലാവരും പറയുക. പാവപ്പെട്ട മനുഷ്യരെ പരമാവധി വോട്ടർമാരാക്കിയിട്ട് അവരുടെ വോട്ട് ബൾക്കായിട്ട് സമാഹരിക്കാനുള്ള എല്ലാവരും ശ്രമിക്കുന്നത്. ഇത് പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊരു കാര്യം നടക്കുകയാണ്. അതായത് ഇവർ പുറത്താണ്. ഈ ഘട്ടം നോക്കിയിട്ട് ഈ പരിപാടി SIR നടത്തിക്കളഞ്ഞാൽ ആ ആളുകൾ പുറത്തിരുന്നോളും, നമുക്കത് ഗുണം ചെയ്യും എന്ന ഒരു ചിന്ത ഹർഷനി പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഈ RJD പുറത്താക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ ചിന്ത നമ്മൾ ഈ ഭരിക്കുന്ന ആളുകളെ നയിക്കുകയും ആ ഭരിക്കുന്ന ആളുകളുടെ ചട്ടുകമായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ മാറുകയും യാതൊരുവിധ വിമർശനങ്ങൾക്കകത്തും വഴിപ്പെടാതെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഒപ്പം ഒരു കാര്യം കൂടെ കാണുകയാണ്, പ്രതിപക്ഷത്തിന് മതിയായ വിധത്തിലുള്ള പ്രതിരോധം തീർക്കാൻ പറ്റുന്നില്ല എന്നത് നമ്മൾ കാണണം. ഇപ്പോൾ അറ്റ കൈക്ക് ഏറ്റവും ഒടുവിലെത്തിയപ്പോഴാണ് ഇവർ പറയുന്നത്, RJD പറയുന്നത്, ഞങ്ങൾ മത്സരിക്കാൻ തന്നെയുമില്ല, അല്ലെങ്കിൽ ഈ പ്രോസസ്സിൽ പങ്കാളികളാകാൻ തന്നെ ഇല്ല എന്നവർ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവരെ നയിക്കുന്ന ആളുകളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും നിശ്ചയിച്ചിരിക്കുന്ന ഈ കളിക്കളത്തിലിരുന്ന് തന്നെ കളിക്കേണ്ടതായിട്ടുള്ള ഗതികേടിലേക്ക് മറ്റ് രാഷ്ട്രീയ കക്ഷികളെത്തും, പ്രതിപക്ഷ കക്ഷികളെത്തും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പ്രശ്നവും പ്രക്ഷോഭമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഈ വോട്ടർ പട്ടിക, ഈ അടുത്ത ദിവസം പുറത്തിറങ്ങുന്ന ഈ വോട്ടർ പട്ടികക്കകത്തായിരിക്കും കളി. സ്വാഭാവികമായിട്ടും ഇത് പൗരത്വ രജിസ്റ്ററൊക്കെ വരുന്നത് രാജ്യത്തിനകത്ത് തന്നെ കുറേ പേരെ തലമുറകളായിട്ട് താമസിച്ച കുറേ ആളുകളെ പുറത്താക്കി. ഇതിപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് എന്നേക്കുമായിട്ട് പുറത്താക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഈ പ്രോസസ്സ് ഒരു കീഴ്വഴക്കമായാൽ ഇതിന് പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കപ്പെടുകയാണെങ്കിൽ എല്ലായിടത്തും ഇതൊരു പ്രശ്നമായിട്ട് മാറും, കീഴ്വഴക്കമായിട്ട് മാറും. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ കേരളമടക്കമുള്ള ഇടങ്ങളിൽ വോട്ടർ പട്ടികയെ ബാധിച്ചേക്കാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ സമഗ്രാധിപത്യമല്ല, ഭിന്നസ്വരങ്ങളുടെ പ്രകാശന സാധ്യതയാണ് അർത്ഥപൂർണ്ണ ജനാധിപത്യമെന്ന് പറഞ്ഞത് ഭരണഘടനാ ശില്പി ബാബാ സാഹിബ് അംബേദ്കറാണ്. എല്ലാവർക്കും തുല്യമായ അവകാശം ഉറപ്പ് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുകളെ പാടെ തള്ളുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർക്കേണ്ടത് ആ വാക്കുകളാണ്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളായ സാധാരണക്കാരൻ്റെ വോട്ടാണ് നഷ്ടമാകുന്നത്. ലക്ഷക്കണക്കിന് ശബ്ദങ്ങളാണ് പ്രകാശന സാധ്യത ഇല്ലാതായി പോകുന്നത്. തിരക്കിട്ട് നടപ്പാക്കുന്ന ഈ പരിഷ്കരണം നീതിപൂർവമാകില്ല എന്നതിന് ഒരുപിടി ഉദാഹരണങ്ങൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. മഹാത്മാഗാന്ധി അന്ത്യോദയ തത്വചിന്തയിൽ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് സംശയമുണ്ടാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും ദരിദ്രരും ദുർബലരുമായ മനുഷ്യരുടെ മുഖം ഓർക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമോ എന്ന് സ്വയം ചോദിക്കുക. ആ ചോദ്യം സ്വയം ചോദിക്കാൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടപ്പാക്കുന്ന പരമോന്നത പദവിക്കാർക്കും തോന്നട്ടെ. ലക്ഷക്കണക്കിന് ദരിദ്ര നാരായണന്മാരുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുകയാണ് എന്ന സ്വയം ബോധ്യത്തിലേക്ക് അവർ ഉയർന്നെങ്കിലെന്ന് RDX പ്രത്യാശിക്കുന്നു. ഇടവേളയിലേക്ക്.